ഇന്ന് എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ. മാത്രമല്ല രാവിലെ തന്നെ സൂര്യനെ കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷമെല്ലാം ഉണ്ട്. രാവിലെ തന്നെ ഒരു മോർണിംഗ് എനർജി കിട്ടിയതുപോലെ ഉണ്ട്. ചെറിയ ഇളം വെയിൽ ഇങ്ങനെ അടുക്കളയിലും വർക്ക് ഏരിയയിലെല്ലാം അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാനായിട്ട്. അപ്പൊ രാവിലെ തന്നെ ഓരോരോ പണികളിലേക്ക് കടക്കേണ്ട ടൈം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കലാന്ന്. അങ്ങനെ ഓരോ പണികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് റൂമിലെ ജനലെല്ലാം തുറന്നിട്ട് ബെഡെല്ലാം വിരിച്ചു വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ നേരെ കിച്ചണിലേക്ക് എത്തിയപ്പോൾ അമ്മ ദോശ ഇടാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ ഞാൻ വേഗം ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ഉഴുന്നിന്റെ ദോശയല്ല കേട്ടോ, സാധാരണ ദോശയാണ്. ചിലവർ ഇങ്ങനത്തെ ദോശ കണ്ടിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു കേട്ടോ. സാധാരണ ഈ ദോശയാണ് എന്റെ വീട്ടിൽ അധികം ഉണ്ടാവല്. അങ്ങനെ ദോശയെല്ലാം ചുട്ടതിന് ശേഷം ഞാൻ വേഗം അലക്കി ആറിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അലക്കും കഴിഞ്ഞ് അടുക്കളയിലേക്ക് വരുമ്പോഴത്തേനും അമ്മ ഇതാ ചിപ്സ് ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ടേനു. അപ്പൊ അമ്മ ഇതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കായെല്ലാം ഇന്നലെ ഇരുട്ടി പോയിട്ട് വാങ്ങിയിട്ടുണ്ടേനു. പൊന്നൂസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മ ഇരുട്ടിക്ക് പോയിട്ട് സ്വന്തം ആക്കിയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇരുട്ടിക്ക് പോയിട്ട് ഇതെല്ലാം വാങ്ങിയത്. അപ്പൊ ചിലവരെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും കടയിൽ നിന്ന് വാങ്ങുന്ന ചിപ്സ് കുട്ടിക്ക് കൊടുക്കലില്ലേന്ന്. കൊടുക്കലുണ്ട്, എന്നാലും നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ആക്കി കൊടുക്കലും ഉണ്ട്. അപ്പൊ ഞാൻ അലക്കി വന്നതിന്റെ ക്ഷീണം തീർക്കാൻ ഒരു ലൈമും കൂടി അടിച്ച് കുടിച്ചിട്ടുണ്ടേനു കേട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നു തണുപ്പുള്ള വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോൾ. അലക്കി വരുമ്പോൾ തന്നെ ഏകദേശം ഒരു ഉച്ചയായിട്ടുണ്ടേനു. അമ്മ മീനെല്ലാം പൊരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടേനു. ഏകദേശം ഒരു 1:30 ആയപ്പോഴത്തേക്ക് ഞാനിതാ ചോറ് കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. ഞാനും പൊന്നൂസും ഒരുമിച്ചാണ് ചോറ് കഴിക്കുന്നത്. കാരണം എന്നോട് വാരിത്തരാനാന്നോള് പറയുന്നത്. അല്ലെങ്കിൽ സാധാരണ ഓള് വാരി കഴിക്കുന്നതാണ്. ഇന്നെന്തോ എന്നോട് വാരിത്തരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ചോറെല്ലാം നിന്ന് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു മഴക്കാറ് കണ്ട്. അതുകൊണ്ട് ചെറുതായിട്ട് ഉണങ്ങിയ തുണിയെല്ലാം ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. മഴ പെയ്യൂല എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.